കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പൗലോസിന്റെ മാനസാന്തരവും അതുനിമിത്തം സഭകൾക്കുണ്ടായ ചൈതന്യവും വലിയ ഉണർവിന് തിരി തെളിയിക്കുന്നതായിരുന്നു. വളരുന്ന സഭ എപ്രകാരമുള്ളതാണെന്ന് ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. 1. സമാധാനമുള്ള സഭ. 2. ആത്മീക വർധനയുള്ള സഭ. 3. കർത്താവിൽ ഭക്തിയുള്ള സഭ. 4. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം അനുസരിക്കുന്ന സഭ. ഈ 4 വിഷയവും പരസ്പരം ബന്ധമുള്ളതാണ്. സമാധാനമുള്ളിടത്താണ് ആത്മീയ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നത്. അവിടെ വേഷഭക്തിയല്ല, ദൈവഭക്തി ഉണ്ടാകും. ദൈവഭക്തന്മാരാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ടനുസരിക്കുന്നത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷത്തിൽ പ്രത്യക്ഷരാകുന്ന ആധുനിക അപ്പോസ്തോലൻ്റെ ആവേശത്തിൽ ജനത്തിനുണ്ടാകുന്ന പരവേശമല്ല സഭ ഉണർവ്. അതിനടിസ്ഥാനമുണ്ട്. അത് ദൈവവചനത്തിൽ വേരൂന്നിയുള്ളതാണ്. ആദിമസഭകളിൽ പ്രത്യക്ഷമായിരുന്ന ആത്മീയ അനുഭവത്തിനും പ്രവൃത്തിക്കുമായി ദൈവസന്നിധിയിൽ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃ ദിവസത്തിൻ്റെ മനോഹരമായ പകൽക്കാലം ആദിമകാലത്തുണ്ടായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ സഭകൾക്കും ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.